ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ടാറ്റ ഇപ്പോൾ അവരുടെ ഹാരിയർ EV ഇറക്കിയതിൻ്റെ ആ ഒരു ചൂടിൽ നിൽക്കുകയാണ്. അതിപ്പോൾ പതുക്കെ ആറി തുടങ്ങി. പക്ഷെ എന്തായാലും അവരിപ്പോൾ വണ്ടി ഡീലർഷിപ്പിലേക്കൊക്കെ എത്തിച്ചു, ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ തുടങ്ങി. നമുക്ക് വേണമെങ്കിൽ ഡീലർഷിപ്പിൽ പോയി വണ്ടി കാണാനൊക്കെ പറ്റും. എനിവേ അതിൻ്റെ കൂടെ വരാൻ പോകുന്ന വേറൊരു വണ്ടിയും കൂടെ ഉണ്ടായിരുന്നു, സിയറ. രണ്ടും ഓട്ടോ എക്സ്പോയിൽ അവർ ഒരുമിച്ചാണ് കാണിച്ചത്. പക്ഷേ സിയറ ഇതുവരെ വന്നിട്ടില്ല. ഹാരിയർ EV ആദ്യം വന്നു എന്ന് മാത്രം. സിയറ ഈ വർഷം അവസാനമൊക്കെ ആകുമ്പോഴേക്കും എത്തും എന്നാണ് പറയുന്നത്. അതിനൊക്കെ മുന്നേ അവർ ഡീലർ മീറ്റിൽ 7 വണ്ടികൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ നോക്കാം. എന്തായാലും ആദ്യം സിയറയെ പറ്റി തന്നെ പറയാം. കാരണം ഡീലർ മീറ്റിൽ ഒരു വണ്ടി ഒന്നുകൂടെ കാണിച്ചു, സിയറ. നമ്മൾ ഓട്ടോ എക്സ്പോയിൽ കണ്ടതുപോലെയൊക്കെ തന്നെ ഇരിക്കും. ആക്ച്വലി സെയിം കളർ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റെസ്റ്റ് ലൈൻ കുറച്ച് ഇമേജസ് പബ്ലിഷ് ചെയ്ത സമയത്ത് ഞാനും വിചാരിച്ചു സെയിം നമ്മുടെ ഓട്ടോ എക്സ്പോ എന്നുള്ള ഫോട്ടോസ് തന്നെ അവരുടെ തെറ്റായിരിക്കുന്നു. പക്ഷേ അല്ല, ഇത് ഡീലർ മീറ്റിൽ വന്നിരിക്കുന്ന ഫോട്ടോസ് തന്നെയാണ്. സത്യം പറഞ്ഞ ഡീലർ മീറ്റിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഫോട്ടോസ് അവർ ലീക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്, അവർ ഫോട്ടോസ് എടുക്കാൻ പാടില്ലാത്തതാണ്. ഇതിപ്പോൾ എങ്ങനെ വന്നു എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ എക്സ്റ്റീരിയർ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഓട്ടോ എക്സ്പോയിൽ കണ്ട ആ ഒരു സെറ്റപ്പ് പോലൊക്കെ തന്നെ ഉണ്ട്. ആൻഡ് വണ്ടിയും എക്സാക്ട്ലി സെയിം ആണ്, പ്രത്യേകിച്ച് ഒന്നും തന്നെ മാറിയിട്ടില്ല. ഇതിപ്പോൾ പെട്രോൾ മോഡലിൻ്റെ ഡിസൈൻ പോലെ തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. നമുക്ക് EV സെൻട്രിക് വീൽസ് ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ആ ഒരു കൺവെൻഷണൽ ഡിസൈൻ പാറ്റേണിലുള്ള 19 ഇഞ്ച് അലോയ് വീൽസാണ് കിട്ടുന്നത്. 19 ഇഞ്ച് ആക്ച്വലി വണ്ടിക്ക് അത്യാവശ്യം കൂടുതലാണ് ഈ സെഗ്മെൻറ്റ്. അതായത് ഈ വണ്ടി വരുന്നൊരു 4.3 to 4.4 മീറ്റേഴ്സ് ഇടയിൽ വരുന്ന സെഗ്മെൻറ്റിലായിരിക്കും. എന്ന് വെച്ചാൽ അത് നമ്മുടെ ക്രെറ്റ, ഗ്രാൻഡ് വിറ്റാര, സെൽട്ടോസ്, ഹൈറൈഡർ, പിന്നെ കുഷാക്ക ടൈഗൺ 4.2 മീറ്റേഴ്സ് ഉള്ളൂ. എനിവേ ആ വണ്ടികളിലേക്ക് റൈവലായിട്ടാണ് അത് വരുന്നത്. കെർവിൻ്റെ കുറച്ച് മുകളിലായിരിക്കും എന്ന് മാത്രം. സോ അതിനേക്കാളൊക്കെ ഒരു ഇത്തിരി കൂടെ പ്രൈസ് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും ആ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ആ പ്രൈസ് പോയിന്റിൽ വരുന്ന വാഹനങ്ങളിൽ നിന്ന് നമ്മൾ 19 ഇഞ്ച് അലോയ്സ് കാണാറില്ല, പക്ഷേ ഈ വണ്ടിയിലുണ്ട്. ആൻഡ് ഇതിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന ക്ലാഡിങ് എല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അവർ ഹാരിയർ EVയിൽ അത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തത്. പക്ഷേ ഇതിലേക്ക് വന്നപ്പോഴേക്കും മൊത്തം ഗ്ലോസി ആക്കി. അതും നല്ലൊരു ചേഞ്ച് തന്നെയാണ്. നമ്മൾ ഓട്ടോ എക്സ്പോയിൽ കണ്ട വണ്ടിയിൽ അങ്ങനെയായിരുന്നു, ഡീലർ മീറ്റിൽ കാണിച്ച വണ്ടിയിൽ അത് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഒബ്വിയസ്ലി ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഒക്കെ ഉണ്ട്. ബി പില്ലറിൻ്റെ ഡിസൈൻ അത്യാവശ്യം യൂണീക്കാണ്. വണ്ടിക്ക് ആ ഒരു ബാക്കിലത്തെ ആ ഗ്ലാസ് റൂഫ് ടൈപ്പുള്ള ഡിസൈൻ കിട്ടുന്ന രീതിയിൽ അവർ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഗ്ലാസ് റൂഫ് അല്ല, അതിപ്പോൾ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം സേഫ്റ്റി റെഗുലേഷൻസും കാര്യങ്ങളൊന്നും അവർക്ക് മേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഓവറോൾ ഡിസൈൻ വണ്ടിയുടെ വളരെ നല്ലതാണ്. നമുക്ക് കാണുമ്പം ഒരു മോഡേൺ ഫിനിഷൊക്കെ ഉണ്ട്. ടാറ്റ ഇതുവരെ ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്ന വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഉറപ്പായിട്ടും ഇതിലൊരു പുതുമയുണ്ട്. അറ്റ്ലീസ്റ്റ് സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും നോക്കുമെങ്കിലും. ഫ്രണ്ടിലത്തെ ഫോട്ടോസൊന്നും നമുക്ക് ഡീലർ മീറ്റ് എന്നുള്ളത് അവൈലബിൾ അല്ല. പക്ഷേ ഓൾറെഡി നമുക്കറിയാം ഇതിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. സെയിം വണ്ടി തന്നെയാണ് അവർ കാണിച്ചിട്ടുണ്ടാവുക. സോ ബേസിക്കലി നമ്മളിപ്പം IC, അതായത് ഇൻഡോർ കമ്പഷൻ എഞ്ചിൻ മോഡൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ടോപ്പ് പോർഷനിൽ DRLs വരുന്നുണ്ട്. എൻ്റെ തൊട്ട് താഴത്തായിട്ട് മെയിൻ ഹെഡ് ലൈറ്റ്സ് എല്ലാം വരുന്നുണ്ട്. ഒരു ഗ്ലോസി ബ്ലാക്ക് പാനലും കൂടെ നമ്മുടെ IC മോഡൽ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് പാനൽ ഉണ്ടാവില്ല. അതിന് വരെ നമുക്ക് അവിടെ ലൈറ്റ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ലൈറ്റ്സിൻ്റെ ഡിസൈൻ ആണെങ്കിലും വളരെ സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. എഗെയിൻ ഇവിടെ നമ്മുടെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ കുറേ ഗ്ലോസി ബ്ലാക്കും അതുപോലെ സിൽവർ ഫിനിഷിലൊക്കെയാണ് വരുന്നത്. നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റിയർ ഡിസൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു കറക്റ്റ് പെട്ടി പോലത്തെ ഡിസൈനിലാണ് ഇരിക്കുന്നത്. അത് ഈ വണ്ടിയുടെ ഫേവറിൽ പോകാനാണ് കൂടുതലും ചാൻസ് ഉള്ളത്. സംഭവം ഡിസൈൻ ടൈലൈറ്റ്സ് ഒക്കെ ഭയങ്കര സ്ലീക്കാണ്, കണക്റ്റഡ് ടൈലൈറ്റ്സ് ആണ്. ആൻഡ് ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ബാക്കി വണ്ടികളെല്ലാം കണ്ട ക്രോസ് ഓവർ SUVs പോലെ ഇരിക്കും. ഇങ്ങനെ ഇത്രയും ബോക്സ് ആയിട്ടുള്ള വണ്ടികളൊന്നും കിട്ടാറില്ല. ഇത് മോണോകോക്ക് പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന വണ്ടിയാണ്. പക്ഷെ എന്നാലും ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള ഒരു SUV വരുന്ന പോലെ തോന്നാനാണ്. ആൻഡ് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയ സൈഡാനല്ല വരുന്നതെന്നും കൂടെ ആൾക്കാർക്ക് തോന്നണം എന്നിവർക്കുണ്ടായിരിക്കും. കാര്യങ്ങളൊക്കെ സ്പൈസി ആക്കാൻ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, ഞാൻ പറയാം. എന്തായാലും ജസ്റ്റ് ഇപ്പോൾ ഇൻറ്റീരിയറും കൂടെ നമുക്ക് നോക്കാം. ഇതും ഡീലർ മീറ്റിൽ കാണിച്ചിരിക്കുന്ന വണ്ടിയുടെ ഇൻറ്റീരിയറാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഓട്ടോ എക്സ്പോ എന്നുള്ള വണ്ടിയല്ല, ഡീലർ മീറ്റിൽ നിന്നുള്ള വണ്ടി തന്നെയാണെന്ന്. കാരണം ഇതിനകത്ത് 3 സ്ക്രീൻ അവർ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ എക്സ്പോയിലെ വണ്ടിയിൽ ആകെപ്പാടെ 2 സ്ക്രീൻ ഉണ്ടായിരുന്നുള്ളൂ, ഡ്രൈവർ ഡിസ്പ്ലേയും അതുപോലെ, അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻ സിസ്റ്റം. ഇതിൻ്റെ അകത്ത് പക്ഷേ ഒരു 3rd സ്ക്രീൻ, അതായത് നമ്മുടെ കോ പാസഞ്ചർ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം പോലത്തെ ഒരു സാധനം കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ക്രീനിൻ്റെ പർപ്പസ് എനിക്ക് ഏത് കമ്പനി കൊടുത്താലും, അതിപ്പോൾ ടാറ്റ ആയാലും മഹീന്ദ്ര ആയാലും മെർസിഡീസ് ആയാലും ഏത് കമ്പനി ആണെങ്കിലും കൊടുക്കുന്നത് കൊണ്ടുള്ള പർപ്പസ് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഈ കോ പാസഞ്ചറിൻ്റെ നടുവിലത്തെ സ്ക്രീനിലേക്ക് നോക്കിയാലും മതി. ബട്ട് എനിവേ അവർക്ക് ആ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് ഓർ മേ ബി കുറച്ചും കൂടെ മോഡേൺ ആയിട്ട് കാണിക്കാൻ ഈ സ്ക്രീൻ കൊടുക്കണമായിരുന്നു. ആൻഡ് അത് ടാറ്റ കൊടുത്തിട്ടുണ്ട്. ടാറ്റ വാഹനങ്ങളിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് ഒരു വാഹനത്തിൽ കാണുന്നത്. ഹാരിയർ EVയിൽ സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു, XUV9 ഉള്ളതുകൊണ്ട്. പക്ഷെ എന്തായാലും അവരതിൽ കൊടുത്തില്ല. അതിന് പകരം ഈ വണ്ടിയിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മൂവ് തന്നെയാണ് മാർക്കറ്റിൽ പിടിച്ചേക്കുക എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ. ബാക്കി സാധനങ്ങളൊക്കെ ആണെങ്കിലും ഈവൻ സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിലും നമ്മൾ ഹാരിയർ EVയിൽ കണ്ട ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. പക്ഷേ അത് ഓൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫാക്റ്റ് ഈ വണ്ടിയുടെ ക്യാബിൻ മൊത്തം ഓൾ ബ്ലാക്ക് ആണ്. ടാറ്റ സാധാരണ ഒരു വൈറ്റ് ഇൻറ്റീരിയറൊക്കെ ടോപ്പിൽ പിടിക്കാറുള്ളതാണ്. ചിലപ്പോൾ ഇത് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുള്ള വണ്ടി ആയതുകൊണ്ടായിരിക്കാം. ഇലക്ട്രിക് എന്തായാലും നമ്മൾ ഇപ്പോൾ ഹാരിയർ EVയിലും അതുപോലെ കെർവ് EV, നെക്സോൺ EV ഏത് വണ്ടിയാലും കാണുന്ന പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. സ്റ്റിയറിംഗ് ആണെങ്കിലും കോൺട്രാസ്റ്റ്
സ്റ്റിച്ചിങ് ഒക്കെ ആയിരിക്കും വരുന്നത്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെ ആയിരിക്കും. ഏതായാലും ഇവർ ഓട്ടോ എക്സ്പോയിൽ കവർ ചെയ്ത് ഓക്കെ, അത് ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ നടന്നതാണ്. പക്ഷേ ഡീലർ മീറ്റിന് എന്തിനാണ് ഈ വണ്ടിയുടെ പകുതി അല്ല അതായത് താഴത്തെ പോർഷൻ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. കുഴപ്പമില്ല, അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, കാരണം ഒരു ഒഫീഷ്യൽ വണ്ടി കാണിച്ചിട്ടില്ല. എന്തായാലും ഇതിന് മുന്നേ അവർ കാണിച്ചിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇതിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അവരിപ്പം നമ്മുടെ ടെസ്റ്റ് മ്യൂൾസിൽ കണ്ടതിലാണെങ്കിലും അതുപോലെ ഈ അടുത്തായിട്ട് അവർ കാണിച്ചിട്ടുള്ള ഇമേജസിലൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഡാഷ്ബോർഡ് ലേഔട്ടിൻ്റെ ഡിസൈൻ ഇതുപോലെയാണ് വരാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ടാറ്റയുടെ വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു ഡാഷ്ബോർഡ് ലേഔട്ട് ഇപ്പോൾ കണ്ടിട്ടില്ല. കുറേ കാലമായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു ലേഔട്ടിലേക്കാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഹാരിയർ ആയാലും നെക്സോൺ ആയാലും കർവ് ആയാലും എല്ലാം അവർ ഈ പുതിയ ജനറേഷൻ വണ്ടികളല്ലേ, ഫേസ് ലിഫ്റ്റ് വണ്ടികൾ ഇറക്കുമ്പം ഒരേ ഒരു പാറ്റേൺ ആയി തുടങ്ങിയായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് വ്യത്യസ്തമാണ്. AC വെൻസ് ഒക്കെ കുറച്ചൊക്കെ ഹൈഡ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. സ്ക്രീനിൻ്റെ സൈസും സംഭവങ്ങളൊക്കെ സെയിം ആയിരിക്കും. നമുക്കിപ്പോൾ ഹാരിയർ റിവ്യൂവിൽ 14.5 ഇഞ്ച് QLED ഡിസ്പ്ലേ കിട്ടി, അതെന്തായാലും ഇതിൻ്റെ നടുവിലുണ്ടാവും. പക്ഷേ ഡ്രൈവർ സ്ക്രീൻ വരുന്നത് 10.25 ഇഞ്ച് ആയിരിക്കും. കോ പാസഞ്ചറിൻ്റെ സ്ക്രീൻ സൈസ് എത്ര ആയിരിക്കും എന്നറിയില്ല, ചിലപ്പോൾ 12.3 ഇഞ്ചോ 10.25 ഇഞ്ചോ ഒക്കെ ആവാം. പിന്നെ AC കൺട്രോൾസ്, സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈൻ, ആ കാര്യങ്ങളെല്ലാം സെയിം ആണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ റിയർ ഡിസൈനും അതായത് റിയർ സീറ്റ്സിൻ്റെ സംഭവങ്ങളും അവർ ചെറുതായിട്ട് ഒന്ന് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമുക്ക് 3 ഹെഡ് റെസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഹാരിയർ റിവ്യൂവിൽ വരുന്ന പോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നോർമൽ ഹെഡ് റെസ്റ്റുകൾ തന്നെയാണ്, പക്ഷേ 3 അഡ്ജസ്റ്റബിൾ ആണ്. എന്തായാലും ആംറെസ്റ്റ് ഉണ്ടാകും, അതിപ്പോൾ ഇതിനകത്ത് അവർ കവർ ചെയ്തിരിക്കുന്നവർ കാണാൻ പറ്റുന്നില്ല. ഹാരിയർ റിവ്യൂവിൽ നമുക്ക് ആക്ച്വലി 2 ഹെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിൽ, ഇതിൻ്റെ അകത്ത് 3 ഉണ്ട് എന്നുള്ളതൊരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ വിശാലമായിട്ടുള്ള ഹെഡ് റൂം കാണാൻ പറ്റും. അത് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈവൻ ഹാരിയറിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ചെറിയ സ്ലോപ്പിംഗ് റൂഫ് ലൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കർവിൽ. പിന്നെ ഡെഫിനറ്റ്ലി സ്ലോപ്പിംഗ് റൂഫ് ലൈനിൻ്റെ ആണ് വരുന്നത്. അതെന്തായാലും അങ്ങനത്തെ ഒരു പ്രശ്നം ഈ വണ്ടിയിൽ വന്നിട്ടില്ല. നല്ല ടോൾ ബോയ് ഡിസൈനിൽ നിൽക്കുന്നുണ്ട്, ബാക്ക് നല്ല പൊങ്ങിയിരിക്കുന്നതുകൊണ്ടും ഇഷ്ടം പോലെ ഹെഡ് റൂം ഇതിനകത്ത് കിട്ടും. ആ സൈഡിലത്തെ വിൻഡോ ഒരു ഏരിയ കണ്ടാൽ തന്നെ മനസ്സിലാവും. സാധാരണ വണ്ടികളിൽ നമ്മുടെ ആ ഒരു തേർഡ് അതായത് ബാക്കിലത്തെ ഡോറിലുള്ള ക്വാർട്ടർ ഗ്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും ഭയങ്കര ചെറുതായിരിക്കും. ഇന്നത്തെ പക്ഷേ അവിടെ തന്നെ നല്ല സൈസ് തോന്നിക്കുന്നുണ്ട്. ആൻഡ് ബാക്കിൽ നമുക്ക് അതായത് ഡിക്കിയുടെ അവിടെ ബൂട്ടിൻ്റെ ആ ഒരു ഏരിയയിലും ഒരു ചെറിയ ക്വാർട്ടർ ഗ്ലാസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 സീറ്റർ ലേഔട്ടിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ അഡീഷണൽ സീ പില്ലർ കഴിഞ്ഞിട്ടുള്ള ക്വാർട്ടർ ഗ്ലാസ് ചിലപ്പോൾ ഒരിത്തിനും കൂടെ എയറൊക്കെ കയറട്ടെ, എയറല്ല ലൈറ്റ് കയറട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തായിരിക്കാം. പക്ഷേ അതെന്തായാലും വണ്ടിയുടെ സൈസ് ഒരു ഇത്തിരിയും കൂടെ എൻഹാൻസ് ചെയ്ത് തോന്നിപ്പിക്കും. പിന്നെ ഇവർ കോൺസെപ്റ്റ് കാണിച്ച വണ്ടിയുടെ റിയർ ഡിസൈൻ അതായത് റിയർ സീറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് ഒരു ഫുള്ളൊരു സോഫ പോലത്തെ സീറ്റാണ് കാണിച്ചത്, അതും അങ്ങ് ബാക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സോഫ സീറ്റ്സ്. ബൂട്ട് സ്പേസ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ സീറ്റ് വന്നാൽ. ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം പ്രൊഡക്ഷൻ വണ്ടിയിൽ ഇങ്ങനത്തെ സീറ്റ് വരില്ല എന്നുള്ളത്. ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീലർ മീറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാരിയർ റിവ്യൂവിൽ ക്വാഡ് വീൽ ഡ്രൈവ് ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇലക്ട്രിക്കലും ടാറ്റ ക്വാഡ് വീൽ ഡ്രൈവ് തീർച്ചയായും കൊടുക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ന്യൂസ് വരുന്നത്. അതൊരു വളരെ നല്ല കാര്യമാണ്. സോ ദാറ്റ് മീൻസ് ഇതിൻ്റെയും പവർ ഏകദേശം 300 bhp അടുത്തായിട്ട് അല്ലെങ്കിൽ 250 bhp മുകളിൽ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിക്കാം. ഈ വണ്ടിയും നമുക്കിപ്പോൾ ഹാരിയർ റിവ്യൂ റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ജനറൽ കൺഫിഗറേഷനിൽ അതായത് 2 വീൽ ഡ്രൈവ് മോഡൽ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവിന് വരും റിയർ വീൽ ഡ്രൈവ് വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ടാറ്റയുടെ ആക്റ്റീവ് പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കും ഈ വാഹനം വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. നമുക്ക് ആ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ EVയിൽ വരുന്ന വ്യത്യാസം, പിന്നെ വീൽസും കുറച്ച് ഇലക്ട്രിക് അതായത് EV സെൻട്രിക് ആയിട്ടുള്ള വീൽസ് ആയിരിക്കും. നമ്മുടെ ട്രാക്ക് കോഎഫിഷ്യൻ്റ് കുറയ്ക്കുക, പിന്നെ കുറച്ചും കൂടെ എയർ റെസിസ്റ്റൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക, ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി IC എഞ്ചിൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ആദ്യമായിട്ട് ടാറ്റയുടെ 1.5 ലിറ്റർ NA എഞ്ചിനും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ 1.5 ടർബോ അത് അവർ 2023 ഓട്ടോ എക്സ്പോയിൽ കാണിച്ചതാണ്. 170 bhp അടുത്ത് പവർ ഉണ്ടായിരുന്നു ആൻഡ് 280 Nm അടുത്ത് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വലിയ കുഴപ്പമില്ലാത്തൊരു എഞ്ചിൻ ആയിരിക്കണം, കാരണം അവർ ഇത്രയും കാലമായിട്ട് ആ എഞ്ചിൻ കർവിലൊക്കെ ശരിക്കും വരേണ്ടതായിരുന്നു 1.5 TGD. അത് കൊടുക്കാത്തത് അവരത് എഞ്ചിൻ കുറച്ചുകൂടെ പെർഫെക്റ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒറിജിനലി ഹാരിയറും സഫാരിക്കും വേണ്ടിയാണ് അവർ ആ ഒരു എഞ്ചിൻ ഡിസൈൻ ചെയ്തത്. എന്തായാലും ഈ വണ്ടിയിലായിരിക്കും ആദ്യം ഡെബ്യൂ ചെയ്യുന്നത് എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. വരുമ്പോൾ എന്തായാലും നമ്മുടെ ഹ്യുണ്ടായുടെയും അതുപോലെ ഹ്യുണ്ടായുടെയും പിന്നെ ഫോക്സ്വാഗൻ്റെയും 1.5 TSI 1.5 TGD തുടങ്ങിയ എഞ്ചിൻസായിട്ടായിരിക്കും അത് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ആ എഞ്ചിൻ്റെ തന്നെ ടർബോ ഇല്ലാത്ത മോഡലാണ് 1.5 NA ആയിട്ട് വരുന്നത്, നാച്ചുറലി ആസ്പിറേറ്റഡ്. പിന്നെ ഡീസൽ 1.5 ടർബോ ഡീസലായിരിക്കും നമുക്ക് നെക്സോണിലും കർവിലും ഒക്കെ കിട്ടുന്ന അതേ എഞ്ചിൻ തന്നെ. അതിൻ്റെ പവർ ചിലപ്പോൾ ഒരിത്തിരി കൂട്ടുമെന്ന് പറയുന്നുണ്ട്. ചില സോഴ്സസിൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഈ വണ്ടിയിൽ അവർ കൊടുത്തേക്കാം എന്നും പറയുന്നുണ്ട്.
അതിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കുറച്ചധികം കൂടി പോകും. കാരണം അത് ഹാരിയറിലൊക്കെ ഉപയോഗിക്കുന്ന ഡീസൽ എഞ്ചിനാണ്. ആൻഡ് അതിപ്പം ഫിയറ്റിൻ്റെ എഞ്ചിനും കൂടെയാണ്. അത് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യാനുള്ള റൈറ്റ്സ് ടാറ്റ എടുത്തിട്ടുണ്ട്, അതായത് മോഡിഫിക്കേഷൻസ് വരുത്താൻ. പക്ഷേ സ്റ്റിൽ ഫിയറ്റിൻ്റെ ഡീസൽ എഞ്ചിൻ തന്നെയാണ്. എനിവേ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വാഹനത്തെ പറ്റി പറയാനുള്ളത്. ഈ വർഷാവസാനത്തോടു കൂടി തന്നെ വണ്ടി ഇറങ്ങും എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.